ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും അറപ്പും പേടിയുള്ള ഒരു ജീവിയാണല്ലോ പല്ലി. നമ്മുടെ അടുക്കള മുതൽ കുളിമുറി വരെ ഇവറ്റുകൾ ഉണ്ടാവും. ഒരു 2 എണ്ണം മതി വീട് മൊത്തത്തിലൊന്ന് വൃത്തികേടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടന്ന് രാവിലെ എണീക്കുമ്പം ഇവറ്റകളുടെ കാഷ്ടമായിരിക്കും വീട് മൊത്തത്തിലായിട്ട് ഉണ്ടാവുക. അപ്പം വളരെ സിമ്പിളായിട്ട് ഈ ഒരു പല്ലീനെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു വലിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒന്നുകിൽ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വലിയുള്ളി മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുമ്പം ഒത്തിരി സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കാരണം വലിയുള്ളീൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വലിയുള്ളീനെ നീരെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇത് 100% എഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മളിത് 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ പല്ലികൾ നമ്മുടെ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. ഇനി പല്ലി നമ്മളെ വീട്ടിലേക്ക് വരത്തുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഡെറ്റോളാണ്. ഈ ഒരു ഡെറ്റോൾ നിർബന്ധമായിട്ടും ഈ ഒരു മരുന്നിൽ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ഡെറ്റോൾ നമ്മൾ തുണി അലക്കാനും അതേപോലെ തന്നെ മുറിവൊക്കെ വെച്ചിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഈ ഒരു ഡെറ്റോൾ ഇതിൻ്റെ മൂടിയിൽ തന്നെ ഒരു 3/4 മൂടി അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ അകത്തേക്കായിട്ട്. പിന്നെ വേണ്ടത് സിട്രിക് ആസിഡാണ് കേട്ടോ. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പം നമ്മൾ അച്ചാർ അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് സിട്രിക് ആസിഡ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കുഞ്ഞു കടകളിലൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പം ഒരു സ്പൂൺ അളവിൽ സിട്രിക് ആസിഡ് വേണം. അപ്പം ഞാൻ സിട്രിക് ആസിഡിൻ്റെ പാക്ക് കുറച്ചായിട്ട് നനഞ്ഞു പോയി. അപ്പം ഞാനതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം കൂടെ അതൊന്ന് കട്ട പിടിച്ച് പോയിട്ടുണ്ട്. അപ്പം ഒരു സ്പൂൺ അളവിൽ സിട്രിക് ആസിഡും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക കേട്ടോ. വീട്ടിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കുപ്പിക്ക് കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് പിന്നെ ഒരു ദിവസം 2 നേരമൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. പല്ലി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്തേക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ചിലർക്ക് തലവേദന വരും. അങ്ങനത്തെ ഒരു സിട്രിക് ആസിഡും ഈ ഒരു ഉള്ളിനീരും അതേപോലെ തന്നെ ഈ ഒരു ഡെറ്റോളും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ലാണ്. അത്രയ്ക്ക് നല്ല മണമല്ല കേട്ടോ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു ദിവസം തന്നെ 2-3 തവണ ഈ ഒരു പല്ലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം ഒരു 1-2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്മെല്ല് അവിടെ തന്നെ തങ്ങി നിൽക്കും കേട്ടോ. അതേപോലെ തന്നെ പല്ലി നമ്മൾ എവിടെയൊക്കെയാണോ അതൊക്കെ നിരത്തി അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ഒരൊറ്റ പല്ലി വീട്ടിലുണ്ടാവില്ല. വീട്ടിലുള്ള പല്ലികൾ ഓടിപ്പോവുകയും ചെയ്യും. പിന്നെ ഒരൊറ്റ പല്ലി വീട്ടിലേക്ക് വരത്തുമില്ല കേട്ടോ. പിന്നെ അത് ഒരു കാര്യം പറയാം, പക്ഷേ പല്ലി ചത്തു പോകത്തില്ല കേട്ടോ. ഈ ഒരു സ്മെല്ല് കാരണം പല്ലിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ പഞ്ഞി വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു പഞ്ഞീൻ്റെ അകത്തേക്കൊന്ന് ഇത് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടോയ്ലറ്റിൽ അതേപോലെ ബാത്റൂമിലൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പല്ലി ശല്യം. അവിടെയൊക്കെ ഈ ഒരു പഞ്ഞി വെച്ച് കൊടുക്കുക. അതേപോലെ വെന്റിലേറ്റർ, ജനൽ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ പഞ്ഞി വെച്ച് കൊടുത്താൽ മതി. അതേപോലെ ചുവര്, കർട്ടൻ, നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ സൈഡ് അവിടെയൊക്കെ ഒരു ബോട്ടിൽ ഇതാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ മിക്കവാറും ഇങ്ങനത്തെ ജനലിൻ്റെയും കർട്ടൻ്റെയും അതേപോലെ തന്നെ ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെയാണ് മിക്കവാറും ഉണ്ടാവാറ്. ഇപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1-2 മാസത്തേക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സ്മെല്ല് അത്രയും സമയം അവിടെ തങ്ങി നിൽക്കും കേട്ടോ. പിന്നെ പല്ലി ഒരുപാടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. അല്ല വീട്ടിൻ്റെ അകത്ത് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഈ ഒരു ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാവുക. പക്ഷേങ്കിൽ പല്ലി ഒരൊറ്റൊന്നും പിന്നെ വീട്ടിലേക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിക്കവാറും പുറത്തുനിന്നൊക്കെ വരുന്ന പല്ലികളൊക്കെ ആണെങ്കിൽ നമ്മളെ വാതിലിൻ്റെ സൈഡിലും അതേപോലെ തന്നെ വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.